അവിടെ ഈരോട്ട് തന്നെ പോകണാടാ, വേറെ എന്തെങ്കിലും വഴിയുണ്ടാ? അവരകത്തു നിന്ന് പണിയെടുക്കുന്ന അവർ കാണുകയും ചെയ്യില്ല. നീ ബാ, ഞാൻ അതിനോട് പോകാനൊരു മടിയാണ്, അവരെ വീട്ടിന് മുന്നോട്ടില്ല പോകേണ്ടത്. നീ ബാ, അവരെ കാണാണ്ട് പോകാം. വേദന ഉണ്ട് മോളെ, കൊണ്ട് കാണിക്കേണ്ടി വരും. കഷായം തീരാനായി. എന്നാ വേദന മാറിയിട്ടില്ലേ? കാണിക്കണ എവിടെയെങ്കിലോ? 2 ദിവസം കൂടി കഷായം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാം. മോനോട് പോവാങ്കിൽ ഇനി എന്നാ പോയിട്ട് വാ. വേണ്ട, കുറച്ച് എൻ്റെ പോണ്ടു. അതെയാ, തിരക്കില്ല, ഏട്ട് മരുന്നോലെ എടിയും കൊണ്ട് കാണിക്കമ്മ. കാണിക്കാം. അമ്മ ഏട്ടെ, ഏട്ടാ ഏട്ടാ നിക്കേട്ടാ, ഏട്ടാ ഒന്ന് നിക്കേട്ടാ, ഏട്ടാ. വന്നാട്ടെ, നീ ഇങ്ങനെ കളിക്കുന്നു. എന്നാലും മഹേഷേട്ടാ, ഏട്ടൻ്റെ ദേഷ്യം അമ്മ മാറാത്തത് എത്ര വർഷമായി. ഞാൻ വിളിച്ചിട്ട് പോലും ഒന്നും മിണ്ടാണ്ടല്ലേ പോയേ. അവൻ്റെ മനസ്സങ്ങനെ പെട്ടെന്ന് മാറുന്ന ടൈപ്പൊന്നുമില്ല, കുറച്ച് സമയം എടുക്കും. അവൻ എനിക്ക് പണ്ടേ അറിയുന്നേ. നീ അതൊന്നും ഓർമ്മിച്ച് വിഷമിക്കണ്ട. എങ്ങനെയാണ് ഏട്ടൻ്റെ ദേഷ്യമൊക്കെ മാറുക? ഇനി ഞാൻ എന്നാ ചെയ്യേണ്ടത്? ഒരു തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ചാൽ എപ്പോൾ എന്തിനെങ്കിലും ഒന്ന് കയറിക്കൂടിയനുമായിട്ടൊന്ന് കയറി പോയിട്ടൊന്ന് നോക്കിയിട്ട് പോലും ഇല്ല. അതൊന്നും സാരമില്ല മോളെ, പണ്ടത്തെ ഓർമ്മിക്കുമ്പോൾ അവന് വിഷമം ഉണ്ടാവും. അല്ല കുറച്ച് കഴിയുമ്പോൾ മാറുവപ്പാ, നീ സമാധാനിച്ച് നിൽക്കുക കേട്ടാ. എടാ രമേശ്, നീ അടന്നേ. എടാ, അത് നിൻ്റെ പെങ്ങളല്ലടാ. എത്ര കാലമായി നീ മിണ്ടാണ്ടും പറയാനും നടക്കുന്നത്? നിനക്കൊന്ന് മിണ്ടിക്കൂടാ അവരോട്. എടാ, അങ്ങനെയൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. അതെൻ്റെ പെങ്ങൾ തന്നെ ശരി തന്നെ. ഓള് ചെയ്ത നീ കണ്ടില്ലേ? അമ്മയും അച്ഛനും ഇല്ലാണ്ട് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയത് ഓളാണ്. എൻ്റെ ജീവിതം കൂടി ഞാൻ നോക്കിയില്ല. എന്നിട്ട് ഓൾ ഓൻ്റെ കൂടെ ഇറങ്ങിപ്പോയില്ലേ? അതൊന്നുമല്ല എനിക്ക് പ്രശ്നം. ഓന് ഞാൻ എത്ര നല്ല ചെങ്ങയ്യ. ഒരു വാക്ക് ഓൻ എന്നോട് പറഞ്ഞൂടെ? ഓളെയും കൂട്ടിയിട്ട് പോയില്ലേ ഓന്? ഇത്രയും വലിയ ചതി ഓൻ എന്നോട് ചെയ്തില്ലേ? എങ്ങനെ ഓനോട് ഞാൻ പൊറുക്കുക? അതെല്ലാം നീ പറഞ്ഞാൽ ശരിയാണ്. ഓൻ നിന്നെ ചതിച്ചിട്ട് തന്നെയാണ് പോയത്. എന്നാലും ഓള് നല്ല സന്തോഷത്തിലാണ് ഇപ്പം ജീവിക്കുന്നത്. അതുപോലെ എനിക്ക്